അല്ല, ഞാൻ നമ്മുടെ ഈ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ വന്നൊരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് വളരെ അനുഭവങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ, അതെ, നിങ്ങൾ ഏതെങ്കിലും ഗ്രാമത്തിൽ നടക്കുന്ന അതെ, ആളാണ്. അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു കോളനിയിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ അടിസ്ഥാന സൗകര്യ വികസനം വളരെ വളരെ മോശമായിരിക്കും. വീടുകളുണ്ടാവില്ല, നല്ല റോഡുകളുണ്ടാവില്ല. ഒരു കോളനി, അംബേദ്കർ കോളനി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ സമഗ്ര വികസനം നടത്തണമെന്നാണ് സർക്കാർ നയം. പക്ഷേ ഒരു കോളനി ചെല്ലുമ്പോൾ കുടിവെള്ളം ഉണ്ടാവില്ല, അതുപോലെ തന്നെ നല്ല റോഡുകളുണ്ടാവില്ല, വെളിച്ചമുണ്ടാവില്ല, വീടുകൾ എത്രയോ വീടുകൾ പണി പൂർത്തിയായി കിടക്കുന്നത്. ഇപ്പോൾ ലൈഫിലൂടെയാണ് വീട് കൊടുക്കുന്നത്. പക്ഷേ മുൻകാലങ്ങളിലെല്ലാം SC ഡിപ്പാർട്ട്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ST ഡിപ്പാർട്ട്മെൻറ്റിലൂടെ വീടുകൾ കൊടുത്തിരുന്നത് വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 500 കോളനി ഉണ്ട് തരൂർ. 500 കോളനിയാണ് ഉള്ളത്. അതിൽ 22 ഗ്രാമങ്ങളാണ് ഈ സർക്കാർ ദത്തെടുത്ത അംബേദ്കർ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞെടുക്കുന്നത്. അവിടെ പോലും മര്യാദയ്ക്കുള്ളൊരു വികസന പ്രവർത്തനം വന്നിട്ടില്ല. ഇതിനൊരു ആത്മാർത്ഥത കാണിക്കണം. ഏത് ആളാണെങ്കിലും അതിൻ്റെ ആത്മാർത്ഥത കാണിക്കണം. അതിൻ്റെ ഫയലിൻ്റെ പിന്നാലെ നമ്മൾ പോകണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. പട്ടികവർക്കാരും ഉണ്ട്. പട്ടികവർക്കാർ ഏറ്റവും കൂടുതൽ വയനാട് ജില്ലയിലാണ്. പിന്നെ അട്ടപ്പാടി പോലുള്ള നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒട്ടനവധി ആദിവാസി സമൂഹം താമസിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏകദേശം 4 ലക്ഷത്തോളം പട്ടികജാതിക്കാരുള്ള ഒരു പാലക്കാട് ജില്ലയിൽ വളരെയധികം ഫണ്ട് ആ മേഖലയിൽ കിട്ടുന്നുണ്ട്, നമുക്കറിയാമല്ലോ. പക്ഷേ ആ ഫണ്ട് നമ്മുടെ തരൂർ പോലെയുള്ള അല്ലെങ്കിൽ കോങ്ങാട് പോലെയുള്ള ഒരു സംവരണ മണ്ഡലങ്ങളിൽ അതിൻ്റെ ഉപയോഗം വളരെ മോശമായ രീതിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ നല്ല കാര്യക്ഷമമായിട്ടുള്ള ആ ഫണ്ടൊന്നും ആ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങളിലും അത് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞാനൊരു നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ജില്ലാ പഞ്ചായത്തിലൂടെയൊക്കെ കുറേ ഫണ്ട് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആ സാമ്പത്തിക വർഷം വരുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടങ്ങളെല്ലാം കട്ട് ചെയ്ത് പോവുകയാണ്. ഒരു MLA ഫണ്ടുകളായിട്ടുള്ള ഉന്നതി, ഇപ്പോൾ കോളനിക്ക് പകരം ഉന്നതി എന്നാണ് അറിയപ്പെടുന്നത്. SC ഉന്നതി, കോളനിക്ക് പകരം ഉന്നതി എന്നാണ് പറയുന്നത്. ആ ഉന്നതിയുടെ ഡെവലപ്മെൻറ്റിന് ഓരോ കോടി രൂപ വീതം ഓരോ മണ്ഡലത്തിനും കൊടുത്തിട്ടുണ്ട്, ഒരു കോളനിക്ക് 1 കോടി വെച്ചിട്ട്. പക്ഷേ ആ തുക പോലും വളരെ നല്ല രീതിയിൽ തരൂർ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു DCC പ്രസിഡന്റ് എന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പാർട്ടിയുടെ ചർച്ചയ്ക്ക് വരുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചിട്ട് തങ്കപ്പെട്ട അഭിപ്രായം 100% ശരിയാണ്. അവിടെ ചില ഏറ്റവും കൂടുതൽ അംബേദ്കർ കോളനിയുള്ള സ്ഥലമാണ്. അതെ, ആ കോളനി 22 അംബേദ്കർ കോളനി ഉണ്ട്. അതിൽ ഫണ്ടും ഉണ്ട്. ആ നിങ്ങൾ പറയും പോലെ ഈ സാധാരണഗതിയിൽ ലീഡർ വന്നാലേ ലീഡർ ആവശ്യപ്പെടുന്ന കമ്മിറ്റി ഏതാണെന്നറിയോ? SC/ST കമ്മിറ്റിയാണ് ലീഡർ ആവശ്യപ്പെടുന്ന കമ്മിറ്റി. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഫണ്ടാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തരൂർ ധാരാളം അംബേദ്കർ കോളനിയുണ്ട്. അതിൽ ഈ മന്ത്രിയായിരുന്ന ആളും ഇപ്പോൾ MLA ആയിരുന്ന ആളും 10 വർഷം ഭരിക്കുന്ന ആൾ, ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ 10 വർഷം ഭരിക്കുന്നതാണ് തന്നെയാണ് ഇവർക്ക് മൈനസ്. 10 വർഷം MLA ആയിട്ടും ഭരണപക്ഷത്തിൽ നിൽക്കുകയാണ്, മന്ത്രിയും ഭരണപക്ഷം നയിക്കുന്നതാണ്, എന്നിട്ട് പോലും നടപ്പിലാക്കാത്തത്. അവർക്ക് എന്ത് ന്യായമാണ് ഈ തരൂർ പറയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പറയുന്ന ഈ വികസനത്തിൻ്റെ ഫണ്ട് അവർ നേരത്തെ ഉപയോഗിച്ചാണ്, നന്നായി വൃത്തിയായി ഉപയോഗിച്ചതാണെങ്കിൽ ഫണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്ന കാര്യം വെച്ചാൽ ഇവർക്ക് ഇതിനോട് താല്പര്യമൊന്നുമില്ല. ഇവർക്ക് വീണ്ടും ജനങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് അതിനെ വെൻഡ് ചെയ്യണം, എന്നാലാണ് പിന്നെ വോട്ട് വഴി പോകാൻ പറ്റുള്ളൂ. സമ്പൂർണ്ണമായിട്ട് ഞാൻ അറിയാമല്ലോ, കേരളത്തിലെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റാണ് മുഴുവൻ. സാമാന്യമായിട്ട് ആഹാരം കഴിക്കാനും പട്ടിണി വയറ് മാറ്റാനും കഴിഞ്ഞതോടുകൂടി അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി. അന്ന് ജനിച്ചിട്ടുള്ള ആ വീട്ടിലത്തെ വളർന്നു വരുന്ന കുട്ടികൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് അല്ല, വേറെ പാർട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതാണ് ഇവിടെ. അപ്പോൾ ഇവർ ഈ വികസനത്തിൻ്റെ പേര് മാത്രം നടപ്പിലാക്കാറില്ല. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുക. അതാണിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ തിരിച്ചൊരു UDF മന്ത്രിയാണെങ്കിൽ AK ബാലൻ ആവട്ടെ, എനിക്ക് വിരോധമില്ല. ആ തരൂർ നമ്മൾ പൊന്നുപോലെ ആക്കിയിട്ടുണ്ടാവും. ആ തരൂർ മോശമായിട്ടുള്ള ഇതല്ല, നല്ല പ്രമുഖരായിട്ടുള്ള ചെമ്പയുള്ള സ്ഥലമാണ് അവിടെ, സാംസ്കാരികമായിട്ടുള്ള ചെമ്പയുള്ള ഗ്രാമമാണ്. അത് ചെറുതായിട്ട് എന്തൊക്കെയോ അവിടെ ചെയ്തിട്ടുണ്ട്. KP കേശവമേനോൻ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മണമുള്ളത്. അതുപോലെ നിങ്ങൾ അവിടുത്തെ ഒരു കാലത്ത് എനിക്ക് ഓർക്കുന്നുണ്ട്, തരൂർ പഞ്ചായത്തിലെ SC/ST ഒക്കെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധാരാളം ആളുകളുടെ പേര് എനിക്കറിയാം അവിടെ. അങ്ങനെയുള്ള ആളുകൾ കോട്ടായിൽ അങ്ങനെയുള്ള ആളുകൾ വളർന്നു വന്നവരാണ്. പക്ഷെ അവിടെ ഇവർക്ക് ഈ പുതിയ വിഭജനത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആലത്തൂരിൻ്റെ പകുതി പ്ലസ് കോഴമന്ദത്തിൻ്റെ പകുതിയാണ് അതിൽ വന്നിരിക്കുന്നത്. പക്ഷേ അത് രണ്ടും കൂടി യോജിച്ചതാണ് ഈ നിയമമണ്ഡലം. അത് വേണ്ട പോലെ അതിന് വായന ശേഷം ആലത്തൂർ കോഴമന്ദ MLA ആയിരുന്ന AK ബാലനാണ് ഈ പറയുന്ന തരൂരിലേക്ക് മാറിയത്. കാരണം കോഴമന്ദം ജനറൽ ആവുകയും ആവുകയും അതിന്ന് ആൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ ഫണ്ടും ഉണ്ട്, എന്നിട്ട് പോലും വേണ്ട പോലെ അവർ ഉപയോഗിച്ചിട്ടില്ല.
അല്ല ഞാൻ നമ്മുടെ ഈ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ വന്നൊരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് വളരെ അനുഭവങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ, അതെ, നിങ്ങൾ കുറെ ഏകദേശം ഗ്രാമത്തിൽ നടക്കുന്ന അതെ ആളാണല്ലോ. അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു കോളനിയിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ അടിസ്ഥാന സൗകര്യ വികസനം വളരെ വളരെ മോശമായിരിക്കും. വീടുകളുണ്ടാവില്ല, നല്ല റോഡുകളുണ്ടാവില്ല. ഒരു കോളനി, അംബേദ്കർ കോളനി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ സമഗ്ര വികസനം നടത്തണമെന്നാണ് സർക്കാർ നയം. പക്ഷേ ഒരു കോളനി ചെല്ലുമ്പോൾ കുടിവെള്ളം ഉണ്ടാവില്ല, അതുപോലെ തന്നെ നല്ല റോഡുകളുണ്ടാവില്ല, വെളിച്ചമുണ്ടാവില്ല, വീടുകൾ എത്രയോ വീടുകൾ പണി പൂർത്തിയായി കിടക്കുന്നത്. അതെ അതെ. ഇപ്പോൾ ലൈഫിലൂടെയാണ് വീട് കൊടുക്കുന്നത്. പക്ഷേ മുൻകാലങ്ങളിലെല്ലാം SC ഡിപ്പാർട്ട്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ST ഡിപ്പാർട്ട്മെൻറ്റിലൂടെ വീടുകൾ കൊടുത്തിരുന്നത് വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ ലൈഫിൽ ഉദ്യോഗസ്ഥനായിരുന്നില്ലേ? അതെ, അല്ല ആ, LSD നിങ്ങൾക്ക് അത് അറിയാലോ. വാങ്ങുന്നതിന് ലൈഫ്. അപ്പോൾ ലൈഫിലൂടെ കിട്ടിയ വീടുകളൊന്നും ഇപ്പോഴും പൂർത്തീകരിക്കാതെയാണ് കിടക്കുന്നത്, പ്രത്യേകിച്ച് SC ST വീടുകൾ. പക്ഷെ അതൊക്കെയാണ് ഈ ഭരണത്തിൻ്റെ ഒരു പരാജയമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കോളനിയുടെ ഇഷ്ടംപോലെ പൈസ ഫണ്ട് കൊടുക്കുമ്പോൾ, പക്ഷെ ആ ഫണ്ട് നല്ല രീതിയിൽ അവിടെ യൂട്ടിലൈസ് ചെയ്യുവാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു താല്പര്യം എടുക്കുന്നില്ല, അല്ലേ? അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അല്ല, തദ്ദേശ അല്ല, ഞാൻ ആളുകളാണെങ്കിലും ചോദിച്ചു, എല്ലാം. നിങ്ങൾ ഉം. ഔദ്യോഗിക തലത്തിൽ ഇതൊക്കെ ചെയ്ത ആളാണ്. അതെ അതെ അതെ, നമുക്കറിയാം നിങ്ങളിപ്പോൾ നമുക്കറിയാം. രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട്, ഇപ്പോൾ ഉം. പ്രവർത്തിക്കാൻ തുടങ്ങും. അതെ, അപ്പം നിങ്ങൾക്ക് സ്വാഭാവികം നിങ്ങളായെങ്കിൽ നിങ്ങൾക്ക് ക്രിയാത്മകമായി ചെയ്യാൻ കഴിയില്ലേ? പറ്റും. പിന്നെ അത് ഞങ്ങളെക്കാളും ഞാൻ ഒഴുകും കൊടുക്കും, ഞങ്ങളൊക്കെ ഈ ഭരണകർത്താത്തിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നില്ല. നിങ്ങളൊക്കെയാണ്, ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഗസറ്റ് ഓഫീസറാണ്, എക്സിക്യൂട്ടീവാണ്, എക്സിക്യൂട്ടീവാണ്, നിങ്ങളാണ് അതെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതെ അതെ അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതിൻ്റെ വഴി വളരെ ക്ലിയറാണ്, അതെ അതെ. അല്ലേ? ഏത് MLA പറയുന്നതിലും MP മന്ത്രിമാർ പറയുകയാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ അതിന്റെ എനിക്ക് നിങ്ങൾക്ക് അവർ നിയമവ്യവസ്ഥകളെല്ലാം. അണ്ടറിൽ പണിയെടുത്തായിരിക്കും തോന്നുന്നു. അത് അതെ AK ബാലൻ്റെയും അതെ ഇവരുടെയൊക്കെ അതെ, പറയുന്നില്ലേ? പിന്നെ അത് നിങ്ങൾ ഈ സിമ്പിളായിട്ട് ചെയ്യാനുള്ള മാർഗം വളരെ ഈസിയാണ്, അതെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതെ. അപ്പോൾ നിങ്ങളൊക്കെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇതൊക്കെ പരിഹരിക്കാനുള്ള ചെയ്യാൻ കഴിയുമല്ലോ അല്ല, നിങ്ങൾക്ക്? അത് അങ്ങനെ ചെയ്യാൻ കഴിയും. കാരണം നമുക്ക് അതിനൊരു മനസ്സ് ആദ്യം വേണ്ട ഒരു മനസ്സാണ്. ആ മനസ്സ് വെച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഏകദേശം ഒരു 500 കോളനി ഉണ്ട് തരൂർ. 500 കോളനിയാണ് ഉള്ളത്. അതിൽ 22 ഗ്രാമങ്ങളാണ് ഈ സർക്കാർ ദത്തെടുത്ത അംബേദ്കർ ഗ്രാമങ്ങളെന്ന് പറഞ്ഞെടുക്കുന്നത്. അവിടെ പോലും മര്യാദയ്ക്കുള്ളൊരു വികസന എനിക്ക് പ്രവർത്തനം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുമ്പോൾ നിങ്ങൾ ഈ 500 കോളനിയും നിങ്ങൾ ജോലിക്കാരനായിരിക്കുമ്പോൾ നിങ്ങൾ ഒഫീഷ്യലായിട്ട് ബന്ധപ്പെട്ട് കാണും, ചിലപ്പോൾ അത് പല ബന്ധപ്പെട്ട് പല കാര്യത്തിൽ രീതിയിൽ വികസനത്തിൽ വന്ന് കാണും, പല അല്ലേ? രീതിയിൽ എസ്റ്റിമേറ്റ് എടുക്കാനും പല രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ട് കാണും. അതുപോലെ തന്നെ മാത്രമല്ല, ഏകദേശം ഒരു 100 കുടുംബങ്ങളുണ്ട് ട്രൈബൽ തരൂർ മണ്ഡലത്തിൽ. ട്രൈബലിൻ്റെ എണ്ണം കുറവാണെങ്കിലും ഏകദേശം ഒരു ഉണ്ടല്ലേ? 5 കോളനി ഉണ്ട്. ഓ ഓ ഓ. 5 കോളനി ഉണ്ട് തരൂർ മണ്ഡലത്തിൽ. ട്രൈബലുണ്ട്. ആ ട്രൈബലുണ്ട്. അത് ഏകദേശം ഒരു 101 ഫാമിലി ഉണ്ട്. അത് ഒരു ഫാമിലിയിൽ പറഞ്ഞാൽ 25 പേര്, 17 പേര്, അങ്ങനെ 20 പേരായിട്ടുള്ള ആവറേജുള്ള കുടുംബങ്ങളാണ് ഉള്ളത്. അവർക്ക് പോലും പല കണ്ണമ്പ്ര, പിന്നെ നമ്മുടെ വടക്കഞ്ചേരി വടക്കഞ്ചേരി, വടക്കഞ്ചേരി അങ്ങനെ 4-5 പഞ്ചായത്തിലേ ഉള്ളൂ അവരേ ഉള്ളത്. ഏകദേശം ഒരു 101 കുടുംബങ്ങളുണ്ട്. അവർക്ക് പോലും ശരിയായിട്ടുള്ള കുടിവെള്ളമോ മറ്റുള്ള സൗകര്യങ്ങളോ ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഒന്നുകൂടി പറയാം. വടക്കഞ്ചേരിയിൽ പഴയ മന്ത്രി, MLA, MP ഒക്കെ ആയിരുന്ന വെള്ളീച്ചൻ്റെ സ്ഥലം കൂടിയാണ്. അതെ, വെള്ളിച്ചൻ്റെ വെള്ളീച്ചൻ്റെ സ്ഥലമാണ്. അതെ അതെ വെള്ളീച്ചൻ്റെ അതെ. സമയത്ത് ഉം. ഒരു കാര്യം പറയാം, ഉം. അന്ന് അദ്ദേഹം എന്തൊക്കെ തന്നെ പറഞ്ഞാലും SC ST വേണ്ടി ഏറ്റവും നിലകൊണ്ടൊരു മന്ത്രിയായിരുന്നു ആള്. ഈ പോലീസുകാർ വന്ന് പാലക്കാട് ജില്ലയിലത്തെ ഏകദേശമുള്ള മിക്ക പോലീസുകാർ ചില SC അദ്ദേഹത്തിൻ്റെ വകുപ്പാകുമ്പോൾ ധാരാളം ആളുകൾ അദ്ദേഹം കയറ്റിയിട്ടുണ്ട്, ധാരാളം. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് വടക്കഞ്ചേരി. ഞാൻ ഓർമ്മിച്ച് പറഞ്ഞ പോലെ കോളനി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുള്ള പഞ്ചായത്ത് കൂടിയാണ് വടക്കഞ്ചേരി പഞ്ചായത്ത്. ആളത് ഈ ട്രൈബൽ ഫണ്ടിന് യാതൊരു കുറവുമില്ല. ഇവിടെ നമ്മുടെ ഈ തരൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു 4 പട്ടികവർഗ കോളനികളുണ്ട്. അത് തന്നെ ഒരു പഞ്ചായത്തിൽ, ചില പഞ്ചായത്തിൽ 2 വിധമുണ്ട്. അതിലിപ്പോൾ നമുക്ക് കണ്ണമ്പ്രയിൽ നമുക്ക് അറിയാം രക്കാണ്ടി എന്നൊരു കോളനി ഉണ്ട്. അതുപോലെ തന്നെ നടത്തിപ്പാറ. ഇവിടെ എല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു 50 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ST ട്രൈബൽ കുറച്ച് ഉള്ള ഒരു മണ്ഡലമാണ് തരൂർ മണ്ഡലം. അട്ടപ്പാടിയിലാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാമല്ലോ. അവർ തരൂർ, പരപ്പട്ടി, കുളമ്പെന്ന ഒരു കോളനി ഉണ്ട്. അവിടെ 17 കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വടക്കഞ്ചേരി പഞ്ചായത്തിൽ പല്ലാ റോഡ്, അവിടെ ഏകദേശം ഒരു 20 കുടുംബങ്ങളുള്ളൊരു കോളനി ഉണ്ട്. അതുപോലെ തന്നെ കാവശ്ശേരിയിൽ ഞാറക്കാട് എന്നൊരു കോളനി ഉണ്ട്. അവിടെ 11 കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു 4 പഞ്ചായത്തുകളിൽ ഏകദേശം ഒരു 101 കുടുംബങ്ങളുള്ളൊരു ട്രൈബൽ കോളനിയുണ്ട്. പക്ഷെ അവിടെ പോലും ആ ട്രൈബലിന് വളരെയധികം നല്ല ഫണ്ട് കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, അത് നമുക്കറിയാമല്ലോ. പക്ഷെ ആ ഫണ്ട് പോലും നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ ആ തരൂർ മണ്ഡലത്തിലെ ഭരണകർത്താക്കൾ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമം തോന്നുന്നൊരു കാര്യങ്ങളാണ്. SC കോളനികൾ ഒരു 500 കോളനി ഞാൻ നേരത്തെ പറഞ്ഞില്ല അവിടെ. അപ്പോൾ ഈ ആത്യന്തികമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ സമൂഹത്തിന് കിട്ടേണ്ട ഡെവലപ്മെൻറ്റ്, ആ വികസനങ്ങൾ
ഇപ്പോഴും അന്യം നിന്ന് പോകുന്ന ഒരു 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 അവസ്ഥയാണ്. ഒരു അവസ്ഥയാണ് ഇപ്പോൾ തരൂർ മണ്ഡലത്തിൽ. അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലേ, നമുക്കറിയാം ഓരോ വളരെ പ്രാധാന്യമുള്ളൊരു മേഖലയാണ് ആരോഗ്യം. പക്ഷെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ആ തരൂർ മണ്ഡലത്തിലെ ആശുപത്രികൾ വളരെ കുറവാണ്. ഒരു നല്ലൊരു ഗവൺമെൻറ് സംവിധാനം അവിടെ ഇല്ല, ആശുപത്രിയില്ല. 2-3 CHC മാത്രമേ ഉള്ളൂ. പിന്നെ PHC കളുണ്ട്. ഇവിടെ ഒന്നും മരുന്ന് പോലും ലഭിക്കാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. തരൂർ മാത്രമല്ല, കേരളം മുഴുവൻ. അപ്പോൾ ആ മേഖലയും പരാജയം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ജൽജീവൻ മിഷൻ ഒരു കുടിവെള്ള പദ്ധതി വന്നിരുന്നു. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ ഗ്രാമത്തിലും എല്ലാ ഗ്രാമപഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും വെള്ളം എത്തിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി കൊണ്ടുവന്നത്. അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ച് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്, 50% എന്ന രീതിയിൽ. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടിയെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഫണ്ട് കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും റോഡുകളും കുഴിച്ചിട്ടിരിക്കുകയാണ്. വെറും പൈപ്പ് ഇട്ട് കുഴിച്ചിട്ടിരിക്കുക. പക്ഷേ ഈ വികസനത്തിന് ഫണ്ടില്ല, അവർക്ക് ദൂരത്തിന് ഫണ്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞാനൊന്നും കൂടി പറഞ്ഞോട്ടെ. ഇപ്പൊ SC വകുപ്പിന് മന്ത്രിയില്ല. അതെ, സത്യം. മന്ത്രിയില്ല. കേരളത്തെ ആദ്യത്തെ സംഭവമാണ്. പഴയ കാലത്ത് മുഖ്യമന്ത്രി അദ്ദേഹം കൈകാര്യം ചെയ്യും SC വകുപ്പ്. അതെ, ആൾ ഒരു ആൾക്ക് കൊടുക്കില്ല, അയാളെ ഏറ്റെടുക്കുക. അതപ്പോൾ ആ വിഭാഗത്തോട് കോൺഗ്രസിനുള്ള താല്പര്യമാണ് അത് പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തിരിച്ചോ, മന്ത്രിയായാൽ പോലും SC വകുപ്പാണെന്ന് പറയാൻ മന്ത്രിമാർക്ക് മടിയാണ്. സാംസ്കാരിക വകുപ്പ് പറയും, അതിൻ്റെ കൂടെ സാംസ്കാരിക ഉണ്ടെങ്കിൽ അതാ പറയും. SC വകുപ്പ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അവരുടെ ഈ മേഖലയിൽ അവരുടെ എത്ര താല്പര്യമുണ്ടെന്ന് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. സത്യം. ഇപ്പോൾ ട്രൈബൽ മാത്രം കേള് മാത്രമേ മന്ത്രിയുള്ളൂ. SCക്ക് ഒരു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇറങ്ങാൻ തീരുമാനിച്ചു, ഒഫീഷ്യലായിട്ട് ഉള്ള ഒരാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക, നിങ്ങളെപ്പോലുള്ളവർക്ക് ഇത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാനും ഊഹിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിവുണ്ടാകും. ഇനി യാദൃച്ഛികമായിരുന്നു ഇറങ്ങി നിങ്ങൾ തരൂരെ കുറിച്ച് പറയും, തരൂർ നിങ്ങൾ സ്ഥാനാർത്ഥിയാണെന്ന് വെച്ചോ, ആണെങ്കിൽ നിങ്ങൾ ജയിച്ചു എന്ന് വെച്ചാൽ ഈ പറയുന്ന ഹരിജൻ മേഖല, കോളനികൾ, നിങ്ങൾ ഉന്നയിച്ച കോളനികൾക്ക് SC കോളനിയൊക്കെ ST കോളനിയൊക്കെ 1 കോടിയൊക്കെ ചിലവാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 500 കോളനി ഉണ്ട് പറയുന്നു, ST കോളനി ഉണ്ട് പറയുന്നു, SC കോളനി ഉണ്ട് പറയുന്നു. അതോടൊപ്പം തന്നെ അവിടെ പ്രശ്നമുള്ള നെൽകർഷകർ, കൃഷിക്കാരുടെ ഇതാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി ഒരു സാധനം തന്ന് മത്സരിച്ചു ജയിച്ചാൽ നിങ്ങൾക്ക് അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും? എനിക്കതാണ് അറിയേണ്ടത്. നമ്മൾ ഒരാൾ പറയുമ്പോൾ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും എന്നും കൂടി വേണമല്ലോ. അതെ, നമ്മൾ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ മണ്ഡലത്തിൽ കിട്ടുന്ന ഫണ്ട്, അത് ഏത് മേഖലയാണെങ്കിലും അത് വളരെ കാര്യക്ഷമമായിട്ട് ആ ഫണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആ മേഖലയിലേക്ക് കൊണ്ടെത്തിക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എല്ലാ അർത്ഥത്തിലും. അതിന് നമ്മൾ പല ഘട്ടത്തിൽ പല രീതിയിൽ ഇടപെടേണ്ടി വരുന്നുണ്ട്. ഈ ഇടപെടലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ ഘട്ടം നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിലൊക്കെ ഇത് നിർവഹണം നടത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ നിർവഹണം നടത്തുന്നതിൽ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വാങ്ങിക്കുന്നത് മുതൽ ഇത് നിർവഹണം നടത്തി ജനങ്ങൾക്ക് കൈമാറുന്ന വരെയുള്ള പല ഘട്ടങ്ങളുണ്ട്. അത് പ്രാബല്യത്തിലാവാനുള്ള ആ ഘട്ടത്തിൽ നമ്മൾ എല്ലാ ഘട്ടത്തിലും നമ്മൾ ഇടപെടും. ഒരു MLA ആണെങ്കിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ വേറെ രീതിയിലാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഇടപെടണം എല്ലാ ഘട്ടത്തിലും. ഇത് ഇടപെടലിൻ്റെ കുറവാണ് ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യമുണ്ട്. ജനപ്രതിനിധികൾ മുഴുവൻ അന്ന് നിങ്ങൾ ഒഫീഷ്യലാകുമ്പോൾ നിങ്ങളെയൊക്കെ സമീപിച്ച ആളുകളാണ്. അത് എൻജിനിയർ നൽകി നിങ്ങളുടെ അത് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ആ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ നിങ്ങൾ നേരത്തെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, പിന്നെ ഒഫീഷ്യലായിരുന്നു, വീണ്ടും നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും സമ്മിശ്രമായിട്ടുള്ള കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൈകാര്യം കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനൊരു ആത്മാർത്ഥത കാണിക്കണം. ഏത് ആളാണെങ്കിലും അതിൻ്റെ ആത്മാർത്ഥത കാണിക്കണം. അതിൻ്റെ ഫയലിൻ്റെ പിന്നാലെ നമ്മൾ പോകണം. നമുക്കറിയാലോ, ഒരു ഫയൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നൊരു ഫയൽ ഒറിജിനേറ്റ് വന്ന് നമ്മുടെ നാട്ടിൽ കളക്ടറേറ്റിലെത്തി, കളക്ടറേറ്റിൽ നിന്ന് AS വാങ്ങിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കുറേ ഘട്ടങ്ങളുണ്ട്. ആ ഓരോ ഘട്ടത്തിലും അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം, അവിടെ ഫോളോ അപ്പ് ചെയ്യണം. ആ ഫോളോപ്പിൻ്റെ കുറവാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. ശരിയാണ്. ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ രാഷ്ട്രീയത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇനിയൊരു MLA ഇത് തന്നു എന്ന് വെച്ചോ, നിങ്ങൾ ജയിച്ചു എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ മില്ല് കൃഷിക്കാരുടെ പ്രശ്നം അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ആ മില്ലിൻ്റെ കാര്യം ഉൾപ്പെടെ എന്ത് ചെയ്യും? ഈ തരൂരിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ 2 മില്ലുകൾ ഗവൺമെൻറ് തലത്തിൽ തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അതിൻ്റെ ഒരു പൂർത്തീകരണ ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത് പൂർത്തീകരിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ കെൽപ്പാമിൻ്റെ
അതിൽ അഴിമതി മില്ലുണ്ട്. ഉണ്ടെന്നാണ് വെപ്പ് പോ. അല്ല അത് പല രീതിയിലുള്ള വരും. പക്ഷെ നമുക്ക് അഴിമതി രഹിതമായിട്ട് അത് നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ അഴിമതി രഹിതരായിരിക്കണം ആദ്യം. ആണ്. നമ്മൾ ജനങ്ങളോടൊരു പ്രതിബദ്ധതയുള്ള ആളായിരിക്കണം, ജനങ്ങളോട് കടപ്പാടുള്ള വ്യക്തിയായിരിക്കണം. ആ കാഴ്ചപ്പാടോട് കൂട്ടി അതിനു വേണ്ടി നമ്മൾ രംഗത്തിറങ്ങണം. എവിടെയാണോ ഫയൽ ബ്ലോക്ക് ഉള്ളത് അവിടെ ഇടപെട്ട് കൊണ്ട് നമ്മൾ ആ ഫയൽ അവിടെ നിന്ന് മൂവ് ചെയ്ത് കൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകണം. ചിലപ്പോൾ KSEBിയുടെ പ്രശ്നമായിരിക്കാം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കെൽപ്പാമിൻ്റെ ആ മില്ലിൻ്റെ ഒരു പ്രവർത്തനം ഇപ്പോൾ ഇപ്പോഴും ഇലക്ട്രിക്കൽ കണക്ഷൻ കിട്ടിയിട്ടില്ല. റോഡിന്റെ പ്രശ്നമുണ്ട്, അത് തീർത്തു റോഡിൻ്റെ തോന്നുന്നു. പല പ്രശ്നം, വഴിയുടെ പ്രശ്നമുണ്ട്. അതൊക്കെ നമ്മൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ട് എവിടെയാണ് അതിൻ്റെ ബോട്ടിൽ നെക്ക്, എവിടെയാണ് അതിൻ്റെ ഇഷ്യൂ, ആ ഇഷ്യൂവിൽ നമ്മൾ ഇടപെടണം. അതിന് ജനകീയമായിട്ടുള്ള ഒരു പിന്തുണ നമ്മൾ ആർജിച്ചുകൊണ്ട് തന്നെ അതിലിടപെടേണ്ടി വരും. അപ്പോൾ ഒരു MLA എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് എന്ന രീതിയിൽ നമ്മൾ എവിടെയാണ് നമ്മുടെ ഡ്യൂട്ടി എന്താണോ പ്രൈം ഡ്യൂട്ടി, ആ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. ആ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളുടെ കൂടെ സപ്പോർട്ടോട് കൂട്ടി ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിയും എന്ന് തന്നെയാണിത്. ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ MLA ആയി വരികയാണ് അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ എന്തെങ്കിലും ഭരണകർത്താവ് ആയി വരികയാണെങ്കിൽ തന്നെ ആ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പൂർത്തീകരിക്കും. എന്നിട്ട് പുതിയൊരു വിഷനിലൂടെ വിട്ട് നമുക്ക് ആ മണ്ഡലത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പഠിച്ച് ഇനി എന്തൊക്കെയാണ് ജനങ്ങൾക്ക് എത്തിക്കേണ്ടത്, എവിടെയാണ് അതിൻ്റെ ഒരു ഗ്യാപ്പുള്ളത്, വികസനത്തിൻ്റെ ഗ്യാപ്പുള്ളത്, ആ ഗ്യാപ്പ് പഠിച്ചുകൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹവും എൻ്റെ ഒരു കാഴ്ചപ്പാടും അതാണ്. നിങ്ങൾ ഇപ്പോൾ 2-3 കാര്യം നിങ്ങൾ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. വെച്ചാൽ നിങ്ങൾ അഥവാ ജനപ്രതിയായാൽ നിങ്ങൾ ഈ കോളനികളെ ഈ പറയുന്ന ഫണ്ട് ഉപയോഗിച്ച് അവിടെ കാര്യമായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. നെൽകൃഷി നിങ്ങൾ അത് ജനപ്രതിയാവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങളും അവിടെ ബാധിക്കുന്ന നിയമമണ്ഡലമാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിൽ നമുക്കറിയാം വാട്ടർ അതോറിറ്റിയിലൂടെ കുറേ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ വലിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ആ വാട്ടർ അതോറിറ്റിയുടെ നടപ്പിലാക്കുന്ന കേസ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ജൽജീവൻ മിഷൻ. ആ ജൽജീവൻ മിഷൻ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ തരൂർ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും കുറേ പൈപ്പ് ഇട്ട് പോയി. അതിൻ്റെ റോഡ് പോലും റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടില്ല. അത് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ടാണ് ആ റോഡ് പോലും ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് നിലവിലെ നല്ല ടാറിട്ട റോഡുകളാണ് കുഴിച്ചിട്ടാണ് ഇവർ ഈ പൈപ്പ് ഇട്ടിരിക്കുന്നത്. വെള്ളം പോലും എത്തിയിട്ടില്ല. അപ്പോൾ അത് സോഴ്സ് പോലും കണ്ടെത്താതെയാണ് ഈ പ്രൊജക്റ്റ് ഇപ്പോൾ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ സോഴ്സ് കണ്ടെത്തിയിട്ട് കുടിവെള്ളങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പൈപ്പുകളിൽ കുടിവെള്ളം എത്തിച്ചുകൊണ്ട് ആ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി നമ്മൾ എടുക്കും. അത് ഒന്ന്. പിന്നെ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തും നടപ്പിലാക്കുന്ന കാര്യങ്ങൾ, നേരത്തെ കൃഷിക്കാരുടെ കാര്യം പറഞ്ഞല്ലോ. ഈ ഉഴവ് കൂലി കൊടുക്കുന്ന ഏക ജില്ലാ പഞ്ചായത്താണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. എല്ലാ വർഷവും നല്ലൊരു കൊടുത്തു. പക്ഷേ കഴിഞ്ഞ വർഷം അത് വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ഉഴവ് കൂലി കിട്ടിയാൽ മാത്രമേ ഒരു കർഷകന് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആ ഉഴവ് കൂലി ജില്ലാ പഞ്ചായത്തിലൂടെ മാത്രമല്ല സർക്കാരിലൂടെ കൊടുക്കണം എന്നൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ നമ്മൾ സ്വീകരിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ആരോഗ്യ മേഖല, നമുക്കറിയാം തരൂർ പോലെയുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ വളരെ ചുരുങ്ങിയ ആശുപത്രികൾ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് തലത്തിൽ എന്ന് പറയുകയാണെങ്കിൽ CCകളുണ്ട്, 2 ബ്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിറ്റി സെൻ്ററുകളുണ്ട്, അതുപോലെ തന്നെ കുറേ PHCകളുണ്ട്. ഇവിടെയൊന്നും യഥാർത്ഥത്തിൽ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂർ കിട്ടുന്നതിനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെ സേവനം കിട്ടും വളരെ തുച്ഛം കുറവാണ്. പിന്നെ മാത്രമല്ല രാവിലെ മുതൽ ഉച്ചവരെ മാത്രമേ പലയിടത്തും OPകളുള്ളൂ. അത് മാറ്റണം. ഈ സാധാരണ ആളുകൾക്ക് നല്ലൊരു ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, പുതിയ കാൽവെപ്പുകൾ ആ രീതിയിൽ കൊണ്ടുവരും. അത് ആയുർവേദ മേഖലയിലാണെങ്കിലും ഹോമിയോപ്പതി മേഖലയിലാണെങ്കിലും മറ്റ് അലോപ്പതി മേഖലയിലാണെങ്കിലും ആ രീതിയിലുള്ളൊരു നടപടി നമ്മൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ നമുക്കറിയാം ഈ മണ്ഡലത്തിൽ വലിയൊരു താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വടക്കഞ്ചേരി ഒരു ആശുപത്രിയുടെ ഒരു കെട്ടിടം പണി നടക്കുന്നുണ്ട്. താലൂക്ക് ഇല്ല അതായത് ആ CSCയുടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ബിൽഡിംഗ് പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുക. അതുപോലും ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 10 നില ബിൽഡിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അതുപോലും പൂർത്തീകരിച്ചിട്ടില്ല. അതൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് നല്ലൊരു ആശുപത്രി, നല്ലൊരു താലൂക്ക് ആശുപത്രി, ആ ഒരു സംവിധാനം ഈ മണ്ഡലത്തിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ആരോഗ്യരംഗം സംരക്ഷിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നേഴ്സുമാരുടെ ഒഴിവുകൾ, ഡോക്ടർമാർ വരുന്നില്ല, അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊണ്ടിട്ട് നല്ലൊരു ആരോഗ്യ മേഖല ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ആ രീതിയിലുള്ള നമുക്കറിയാലോ, ഈ ആരോഗ്യമുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അവിടെ എനിക്കറിയാം പഞ്ചായത്ത് ഹെൽത്ത് സെൻ്ററുകളുണ്ട്, പക്ഷേ അതിൽ നല്ല ആളുകളും വരുന്നില്ല. ഡോക്ടർമാരും ആ സംവിധാനവും ഇല്ല, മരുന്ന് പോലും ഇല്ല അവസ്ഥയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആ മേഖലയെ നമ്മൾ വളരെയധികം
ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗം നമുക്കറിയാം, മന്ത്രിയും 2 പ്രാവശ്യം മന്ത്രിയായിരുന്നുള്ള ഒരു മണ്ഡലമായിരുന്നു തരൂർ മണ്ഡലം. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ മണ്ഡലങ്ങൾക്കും ഓരോ കോളേജ് അനുവദിച്ചിരുന്നു. ഇവിടെയും കോളേജ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ കോളേജ് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തൃത്താല പോലെയുള്ള മണ്ഡലങ്ങളിൽ കോളേജ് അനുവദിച്ചു, അവർക്ക് സ്വന്തമായിട്ട് കെട്ടിടമുണ്ടായി, നല്ല രീതിയിൽ അവിടെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വന്തമായിട്ട് കെട്ടിടം പോലും ഉണ്ടാക്കുവാൻ അന്നത്തെ ഭരണാധികാരികൾക്ക് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടില്ല. ആ ഗ്യാപ്പൊക്കെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഈ മണ്ഡലത്തിലില്ല. ഇപ്പോൾ നമുക്കറിയാം എത്രയോ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ മറ്റേത് ജില്ല എടുത്താലും ഒട്ടനവധി എഞ്ചിനീയറിംഗ് കോളേജ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ തരൂർ മണ്ഡലത്തിൽ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഇതുവരെയായിട്ട് വന്നു. സ്വന്തമായി ബിൽഡിംഗ് ഇല്ല, സ്വന്തമായിട്ട് കോളേജുകളില്ല. ഉള്ള സ്കൂളുകൾക്ക് തന്നെ സ്വന്തമായിട്ടുള്ള കെട്ടിടങ്ങളില്ല, ഉള്ള കോളേജുകൾക്ക് തന്നെ സ്വന്തമായിട്ട് കെട്ടിടങ്ങളില്ലാത്തൊരു അവസ്ഥയാണുള്ളത്. പിന്നെ ഞാൻ വേറൊരു കാര്യം, നമ്മുടെ പുതുക്കോട് സർവജന സ്കൂളുണ്ട്, ഒരു പ്രൈവറ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു. ആ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കാമെന്നുള്ള ചർച്ചകൾ AK ബാലൻ മിനിസ്റ്ററുടെ സമയത്ത് നടത്തിയതാണ്. ആ ചർച്ചയിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു ഞാൻ. ആ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. 10 കോടി സർക്കാർ അനുവദിക്കാമെന്നൊക്കെ പറഞ്ഞില്ല. പക്ഷേ ഇതുവരെയായിട്ട് അത് അനുവദിക്കുകയും ആ സ്കൂള് സർക്കാരിൽ ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടേക്കാണ് ഒരു ഭരണകർത്താവിൻ്റെ പരാജയമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് വേറൊന്നും കൂടി പറയാം. സാധാരണ ഇത് പറയാം 5 വർഷം പോരാ ഭരണം, ഇത് 10 വർഷം 10 വർഷം കിട്ടി. അതാണ് ഏത് നടപ്പിലാക്കാൻ പറ്റിയ സമയം കിട്ടി. ഏത് വലിയ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണ് 10 വർഷം. ആ 10 വർഷം കൊണ്ട് ഒന്നും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു മണ്ഡലമായിട്ട് മാറിയിരിക്കണം. ഇതൊക്കെ ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണം. നമ്മുടെ ഒരു നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം. ആ ഇടപെടൽ മാത്രമേ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊരു ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ കിഫ്ബിയിലൂടെ ഒട്ടനവധി ഫണ്ട് അനുവദിച്ചു. പല മണ്ഡലങ്ങളിലും വളരെയധികം ഡെവലപ്മെൻറ്റ് നടത്തുമെന്ന് അവകാശപ്പെടുന്നു. നമ്മുടെ തരൂർ മണ്ഡലത്തിൽ എന്താ ഉള്ളത്? 2 സ്കൂളിനാണ് ഇപ്പോൾ കിഫ്ബി ഫണ്ട് കിട്ടിയിരിക്കുന്നത്. ആ സ്കൂളിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പോലും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടില്ല. മറ്റ് പല സ്കൂളുകളും അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് അതിൻ്റെ ഫങ്ഷനിങ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ മണ്ഡലത്തിന് അതിൻ്റെതായിട്ടൊരു ശ്രദ്ധ കൊടുക്കുവാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ആ ഏത് മേഖലയാണെങ്കിലും നമ്മളൊരു ഫുൾ ടൈം ആ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി നിലപാടെടുക്കും. അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോകാനും പ്രവർത്തിക്കാനും തയ്യാറാവുന്നതാണ് എനിക്ക് തങ്കപ്പനോട് സൂചിപ്പിക്കാനുള്ളത്. തങ്കപ്പെട്ട അതുപോലെ തന്നെ നമ്മുടെ തരൂർ മണ്ഡലത്തിൽ നമുക്കറിയാം KP കേശവമേനോൻ്റെ മാതൃഭൂമി പത്രാധിപരുടെ ആദ്യത്തെ മാതൃഭൂമി പത്രാധിപരായിരുന്നു KP കേശവമേനോൻ. തരൂരാണ് അദ്ദേഹം ജനിച്ചത്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് വലിയൊരു സ്മാരകം അവിടെ ഉണ്ട്. പോരാ, അത് നമ്മൾക്ക് ഒന്നിച്ചുകൂടി നിങ്ങളെപ്പോലുള്ളവർ അഥവാ ജനപ്രതിയാവുകയാണെങ്കിൽ അതിൻ്റേതായിട്ട് അർത്ഥം, അതിൻ്റെ ഗൗരവം കണക്കിലാക്കിയിട്ടുള്ള നല്ലൊരു സ്മാരകം നന്നായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ചെമ്പൈ, ചെമ്പൈ അവിടെ ഗസ്റ്റ് ഹൗസ് ഒക്കെ വന്നാൽ അതിൽ കാര്യമില്ല. അതിന് വലിയ ഇന്ന് ഏറ്റവും കൂടുതൽ സംഗീത ലോകം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ചെമ്പൈയുടെ. അവിടെ അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള അതിന് നിങ്ങൾ കാഴ്ചപ്പാടുന്നതാണ്. അതുകൂടി അതാണ് വെച്ചാൽ അവർ KP കേശവമേനോൻ്റെയും അവർ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെയൊക്കെ ജന്മം കൊണ്ട് വളരെയധികം പുണ്യം നേടിയിട്ടുള്ളൊരു ഭൂമിയാണ് നമ്മുടെ തരൂർ മണ്ഡലം, അറിയാമല്ലോ. അപ്പോൾ ആ ചെമ്പൈ സംഗീതോത്സവം എല്ലാ വർഷവും നടത്തുന്നുണ്ട്. പക്ഷേ വളരെ ലഘുവായ രീതിയിലാണ് നടത്തുന്നത്. അത് വളരെ വിപുലമായ രീതിയിൽ ആ തരൂരിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റണം. ചെമ്പൈ വൈദ്യനാഥരുടെ ആ സ്മരണയുമായി ബന്ധപ്പെട്ടുള്ള സംഗീത ഉത്സവം, അതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ ഒട്ടനവധി ടൂറിസം സാധ്യതയുള്ളൊരു മണ്ഡലം കൂടിയാണ് തരൂർ. നമുക്കറിയാം അവർ ചെമ്പൈയുടെ സംഗീതോത്സവം നടത്തുന്നുണ്ട്. നമ്മുടെ കൽപ്പാത്തി അവിടെ പോലെ നടക്കുന്ന ഒരാഴ്ചയൊക്കെ നടത്തുന്നത്. പക്ഷേ അതിൻ്റെ ഗൗരവം ഒന്നുകൂടി പോഷിപ്പിക്കാൻ കുറച്ചുകൂടി ഒരു സംസ്ഥാന തലത്തിലേക്ക് വ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റാനുള്ള നടപടി നമുക്ക് എടുക്കേണ്ടി. കാരണം അത്രയും വലിയൊരു മനുഷ്യനാണല്ലോ. അതിൻ്റെ വലിപ്പം കൊടുക്കുമ്പോൾ സത്യത്തിൽ ഒരു ടൂറിസ്റ്റുകൾ ആളുകൾ കാണാനും ആളുകൾ വരും. വലിയ സാധ്യതയുണ്ട്. സംഗീതത്തിന്റെ ഒരു പ്രാധാന്യം കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കാൻ. അതുപോലെ തന്നെ അവിടെ മയിൽ സംഗീത കേന്ദ്രമുണ്ട്, അതൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള കുറേ ശോച്യാവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ ഈ ലോക്കൽ ടൂറിസത്തിൻ്റെ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് തരൂർ. ഒട്ടനവധി മലകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ആ ലോക്കൽ ടൂറിസം കൂടി നമുക്കവിടെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ആ തരൂരിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള, തരൂരിൻ്റെ പ്രാധാന്യവും തരൂരിൻ്റെ ഒരു മഹിമയും ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കും നമ്മളൊരു ഉദ്ദേശിക്കുന്ന ഒരു പ്രവർത്തനം എന്നും കൂടി അറിയാണ്. അപ്പോൾ DC പ്രസിഡന്റ് ഇത്ര നേരം നമ്മൾ സംസാരിച്ച് ബഹുമാനപ്പെട്ട DC പ്രസിഡന്റ് തങ്കപ്പേട്ടന് എല്ലാവിധ ആശംസകളും എൻ്റെ വക കൂടി. ഓക്കെ.